ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്ന മാന്യരായിരിക്കുന്ന നല്ലവരായ നാട്ടുകാർക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഈ ദേശത്ത് കടന്നു വന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം വിളിച്ചു പറയുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ ഭാഗ്യപദവിക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ ദേശത്തെ ആരെങ്കിലും ഇപ്രകാരം ചിന്തിച്ചേക്കാം, എന്തിനാണ് ഇവരുടെ കടന്നു വന്നത്? ഈ വൈകിയ സമയത്ത് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സുവിശേഷ പ്രവർത്തനം നടത്തേണ്ട കാര്യം എന്താ എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം. ഒരു സത്യം വിളിച്ചു പറയട്ടെ, ഒരു കാലത്ത് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ലോകമോഹങ്ങളിൽ നടന്നു പാപത്തിന്റെ പടുക്കുഴി കിടന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തു കടന്നു വരുവേ. യേശുക്രിസ്തുവിൽ കൂടെ ഞങ്ങൾ അറിഞ്ഞ സമാധാന സന്തോഷം അത് ഈ ദേശത്തോട് വിളിച്ചു പറയുമ്പോൾ ആ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു, അവർ കുടുംബമായി രക്ഷ പ്രാപിപ്പാൻ ഇടയായി തീരും. ഞാൻ അറിഞ്ഞ രക്ഷയെ എന്റെ അനുഭവ സാക്ഷ്യമായി ചില മിനിറ്റുകളിലൂടെ ഇവിടെ പ്രസ്താവിക്കുവാൻ ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. എനിക്ക് ഒരു വയസ്സുള്ളപ്പോ തന്നെ എന്റെ അമ്മ ഈ ലോകത്തൊന്ന് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം എന്റെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിക്കുവാൻ ഇടയായി. അതിൽ ഞങ്ങൾക്കൊരു സഹോദരനുണ്ട്. എനിക്ക് മൂത്തതായിട്ട് 2 ചേട്ടന്മാരും 2 ചേച്ചിമാരുമാണുള്ളത്. എന്റെ ചേച്ചിമാർ രണ്ടുപേരെയും വിവാഹം എന്റെ കുഞ്ഞു പ്രായത്തിലേ നടക്കുവാനിടയായി തീർന്നു. അങ്ങനെ എന്റെ ചേച്ചിമാർ രണ്ടുപേരെയും കെട്ടിച്ചുവിട്ട അവരുടെ ഭവനത്തേക്ക് അവർ രണ്ടുപേരും പോകുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യത്തെ കെട്ടിലെ സഹോദരങ്ങള് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നത് ഞങ്ങളുടെ രണ്ടാമത്തെ അമ്മയ്ക്ക് അത്ര താല്പര്യമല്ലായിരുന്നു. അതുകൊണ്ട് അമ്മ ചോറ് വെച്ച് കഴിഞ്ഞാൽ കറി കാണത്തില്ല, കറി ഉണ്ടെങ്കിൽ ചോറ് കാണത്തില്ല. അങ്ങനെ എന്റെ ചേട്ടന്മാര് ആ അമ്മയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് രാത്രി മാത്രമേ വീട്ടിൽ അങ്ങനെ വരാറുള്ളൂ. രാത്രിയാകുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കാൻ വേണ്ടി അടുക്കളയിൽ വന്ന് ആഹാരം തപ്പുമ്പോൾ ആഹാരം കിട്ടത്തില്ല. മറ്റു പാത്രങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി നോക്കും, അവിടെ ഒന്നും ആഹാരം കാണത്തില്ല. അതെന്റെ രണ്ടാമത്തെ അമ്മയായിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങും. എന്റെ രണ്ടാമത്തെ അമ്മ ഒട്ടും പുറമോട്ട് മാറത്തില്ല. അങ്ങനെ എന്റെ കുഞ്ഞുനാൾ മുതല് എന്റെ വീട്ടിൽ കണ്ടു വളരുന്നത് ഭയങ്കര ചീത്തവിളിയും ഭയങ്കര അടിയും ഭയങ്കര ലഹളയും കണ്ടാണ് ഞാൻ എന്റെ കുഞ്ഞു പ്രായം മുതല് എന്റെ വീട്ടിൽ കണ്ടു വളരുന്നത്. എന്റെ ചേട്ടന്മാര് രാത്രിയാകുമ്പോൾ വീട്ടിലേക്ക് വന്നു കയറി കഴിഞ്ഞാൽ അതൊന്ന് ചോറും കലമെടുത്ത് മുറ്റത്തേക്ക് വലിച്ചെറിയുന്ന കാണാം, അല്ലെ കറച്ചട്ടി എടുത്ത് ഭിത്തിയിലെറിഞ്ഞ് പൊട്ടിക്കും. വീട്ടിലെ ഓരോ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് അടിച്ചു പൊട്ടിച്ചിട്ട് അത് പേർക്ക് മുറ്റത്തേക്ക് വലിച്ചെറിയും. ആ സമയത്ത് ഞാൻ കുഞ്ഞു പ്രായമായതുകൊണ്ട് എനിക്കിത് കാണുമ്പോൾ വലിയ പേടി വരും. ഒന്ന് ഞാൻ വീട് വിട്ട് ഓടിപ്പോകും, അല്ലെങ്കിൽ ഒത്തിരി രാത്രിയാണെങ്കിൽ വീടിന്റെ സൈഡിൽ ഇങ്ങനെ പേടിച്ചിങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കും. അങ്ങനെ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോ എന്റെ ചേട്ടന്മാർ രണ്ടുപേരും എന്റെ വീട് വിട്ട് എന്റെ ദേശം വിട്ട് അവർ മറ്റു സ്ഥലത്തേക്ക് പോകുവാനിടയായി തീർന്നു. ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കായി എന്റെ ഭവനത്ത്. ആ സമയത്ത് എന്റെ രണ്ടാമത്തെ അമ്മയ്ക്ക് എന്നെ ഒന്ന് സ്നേഹിക്കുവാനോ അല്ലെ എന്നെ ഒന്ന് കരുതുവാനോ അല്ലെ എനിക്കൊരു നേരത്തെ ആഹാരം തരുവാനോ എന്റെ രണ്ടാമത്തെ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. അത് മുഖാന്തരം ഒരു ചെറുപ്രായത്തിൽ തന്നെ ഒരു അനാഥനെ പോലെ അല്ലെ ഒരു ശപിക്കപ്പെട്ടവനായി ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ എന്റെ ദേശത്തോട് ഞാൻ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുവാനിടയായി തീർന്നു. അങ്ങനെ അവ എനിക്ക് വീട് വിട്ട് വെളിയിലിറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുവാനിടയായി തീർന്നു. അങ്ങനെ വീടിന്റെ വെളിയിലിറങ്ങി കഴിഞ്ഞപ്പോ എന്നെ ഇങ്ങനൊരു ചിന്ത ഭരിക്കുവാനിടയായി തീർന്നു. എനിക്ക് ആരുമില്ലാത്തവനാ, നാളെ എനിക്കൊരു ആവശ്യം വന്നാൽ ആരെന്നെ സഹായിക്കും എന്നുള്ള ചിന്ത എന്നിൽ ആഴമായിട്ട് ഭരിച്ചതുകൊണ്ട് എന്റെ കൂട്ടുകാരന്മാരെ ആവശ്യങ്ങളിൽ നിന്ന് അവരെന്നെ സഹായിക്കും, അല്ല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൂട്ടിയുന്ന രാഷ്ട്രീയക്കാരെന്നെ സഹായിക്കുമെന്നുള്ള ചിന്ത എന്നിൽ ആഴമായിട്ട് ഭരിച്ചതുകൊണ്ട് എന്റെ കൂട്ടുകാരന്മാരെ ആവശ്യങ്ങൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഞാൻ കൂട്ടുനിൽക്കുവാനിടയായി തീർന്നു. ഇത് മുഖാന്തരം എന്റെ ജീവിതം തകർന്നു പോകാനിടയായി. കേസിന്റെ മണ്ടയ്ക്ക് കേസായി, വിഷയങ്ങളായി, പ്രശ്നങ്ങളായി, തിരുവല്ല ദേശത്ത് കയറാൻ പറ്റാത്തതുപോലെ വലിയ പോലീസ് കേസ് കെട്ടിൽ ഞാൻ അകപ്പെടുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞ് എന്റെ വീടിന്റെ അടുത്ത് ഞങ്ങളുടെ ഒരു കൂട്ടുകാരനെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കുടുംബക്കാർ തല്ലുവാനിടയായി തീർന്നു. അന്ന് രാത്രിയിൽ എന്റെ കൂട്ടുകാരന്മാരെല്ലാം ജോലിയെല്ലാം കഴിഞ്ഞു വന്നപ്പോ അവർക്കെല്ലാം മദ്യലഹരിയിൽ ഓരോ നിർബന്ധം, നമ്മുടെ കൂട്ടുകാരനെ തല്ലിയതല്ലേ നമുക്കിത് പകരം ചോദിക്കണമെന്ന്. അന്ന് രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ ആ ഭവനത്തിൽ നിന്ന് കയറുവാനിടയായി തീർന്നു. അവിടെ പിന്നെ വലിയ വാക്കേറ്റമായി, പിന്നെ വലിയ തർക്കമായി, പിന്നെ വലിയ അടിയായി, പിന്നെ വലിയ വെട്ടായി. അങ്ങനെ അവിടെ ഒരാള് ഇഞ്ചിഞ്ചായി വെട്ടുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് കിടന്ന് മരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു കൊലപാതക കേസിൽ പ്രതിയായി ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ സമാധാനം സന്തോഷമെല്ലാം നഷ്ടപ്പെടുവാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ ജയിലിന്റെ അകത്ത് വെച്ച് തന്നെ ഒരു തീരുമാനമെടുക്കുവാനിടയായി. എനിക്കിങ്ങനെയുള്ള കൂട്ടുകെട്ട് വേണ്ട, എനിക്കിങ്ങനെയുള്ള ജീവിതം വേണ്ട, എനിക്ക് ഇങ്ങനെയുള്ള ജോലിയും വേണ്ട, എനിക്ക് സമാധാന സന്തോഷമുള്ളതിനായി ജീവിച്ചാൽ മതിയെന്ന് ഞാൻ ജയിലിന്റെ അകത്ത് വെച്ച് തന്നെ ഒരു തീരുമാനമെടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ എനിക്ക് വേഗത്തിൽ എനിക്ക് ജാമ്യം കിട്ടുവാനിടയായി. ഞാൻ ജാമ്യമൊക്കെ എടുത്ത് ഞാൻ വെളിയിൽ ഇറങ്ങുവാനിടയായി തീർന്നു. അപ്പോൾ എന്റെ പഴയ കൂട്ടുകെട്ടും പഴയ ജോലിയെല്ലാം ഞാൻ നിർത്തുവാനിടയായി തീർന്നു. പിന്നെ ഞാൻ പുതിയ ജോലി കണ്ടെത്തിയത് തിരുവല്ല ടൗണിൽ ഒരു ലോഡിംഗുകാരനായിട്ട് ഞാൻ ജോലിക്ക് കയറുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ അങ്ങനെ വീട്ടിൽ അങ്ങനെ പോകാറില്ല. തിരുവല്ലയിൽ ഏതെന്നെ കടയുടെ തന്നെ കിടന്ന ഞാൻ അന്തി ഉറങ്ങുന്നത്. എന്റെ വീട്ടിൽ എന്നെ നോക്കി നിൽക്കുവാനോ അല്ലെ എന്നെ കരുതുവാനോ എന്നെ സ്നേഹിക്കുവാനോ എനിക്ക് വീട്ടിൽ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ വീട്ടിൽ അങ്ങനെ പോകാറില്ല. ഏറ്റവും കൂടുതൽ സമയം അന്തി ഉറങ്ങിയ സ്ഥലം തിരുവല്ല ടൗണിൽ
റോഡിൽ ആലിക്കാസിന്റെ ഫ്രണ്ടിൽ കിടന്നായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സമയം അന്തി ഉറങ്ങിയ സ്ഥലം. അങ്ങനെ തിരുവല്ല ബസോട്ട് എന്ന് പറഞ്ഞ ഒരു ബാറുണ്ട്. ആ ബാറിന്റെ 8ാം നില കിടന്ന് ഒരു ദിവസം വലിയൊരു അടിയുണ്ടാവേ. ആ അടിയിൽ എനിക്ക് ബിയർ ഒപ്പിക്ക് തല കേറി കെട്ടിയിട്ട് ഞാൻ ചെന്ന് തെറിച്ചു എന്ന് വീണത് ഗ്ലാസ് പൊട്ടിക്കിടക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ചെന്ന് തെറിച്ചു വീഴുവാനിടയായി തീർന്നു. ഈ വീഴ്ചയിൽ എന്റെ കൈ എന്ന് ഗ്ലാസ് കുപ്പിയുടെ ഇടയിലേക്ക് കുത്തിക്കേറി എന്റെ 2 പേരിൽ അറ്റുപോകാനിടയായി തീർന്നു. അങ്ങനെ തിരുവല്ല മെഡിക്കൽ മിഷനിൽ 2 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തപ്പോഴാണ് എന്റെ കൈ ഇങ്ങനെ നേരെയാവാനിടയായി തീർന്നത്. ആ സമയത്ത് എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ല. ഞാൻ ചില ദിവസങ്ങൾ വീട്ടിൽ തന്നെ ആയിരുന്നു. അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഞാൻ ഇപ്രകാരം ചിന്തിക്കുവാനിടയായി തീർന്നു. എന്റെ കൂട്ടുകാരന്മാരൊക്കെ അവരൊക്കെ മാതാപിതാക്കളോടും അവരുടെ സഹോദരങ്ങളോടൊക്കെ എന്ത് സന്തോഷത്തോടെ അവരുടെ വീട്ടിൽ ജീവിക്കുന്നത്. ഞാൻ മാത്രം കുഞ്ഞുനാൾ മുതലേ ഒറ്റപ്പെട്ടവനായി, അല്ലെ ശാപം പിടിച്ചവനായി, ശപിക്കപ്പെട്ടവനായി ഞാൻ ഒറ്റയ്ക്കായി മാറുവാനിടയായി തീർന്നല്ലോ. അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ജീവിച്ചോ ജീവിതം അടുത്തു. അല്ലെ എന്നെ സ്നേഹിക്കുക, എനിക്ക് സ്നേഹിക്കുക, എനിക്കൊരു കുടുംബജീവിതം വേണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുവാനിടയായി തീർന്നു. ഞാൻ പല സ്ഥലങ്ങളിൽ പോയി പെണ്ണ് കാണുവാനിടയായി. ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് എന്റെ കല്യാണമൊക്കെ അടുത്തു വരുമ്പോ എന്റെ ദേശത്ത് വന്ന് അല്ലെ തിരുവല്ല ടൗണിൽ വന്ന് എന്നെ കുറിച്ച് അന്വേഷിക്കുമ്പോ ഞാൻ ഇങ്ങനെ ഒരു കൊലപാതക കേസിൽ പ്രതിയാണെന്നും മറ്റു മോശമായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ അറിയുമ്പോ എന്റെ വിവാഹനെ എല്ലാം മാറിപ്പോവാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് ചിന്തിക്കുവാനിടയായി തീർന്നു. ഒരു കൊലപാതക കേസിൽ പ്രതിയായ വ്യക്തിക്ക് തന്റെ മാതാപിതാക്കൾ തന്റെ മക്കളെ പിടിച്ച് ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഒരിക്കലും ഇങ്ങനെയുള്ള വ്യക്തിയെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. അതുകൊണ്ട് എനിക്കൊരിക്കലും ഒരു സന്തോഷമായ ജീവിതം ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എന്നെ രക്ഷിപ്പാൻ, എന്നെ സഹായിപ്പാൻ, എന്റെ മനസ്സിന് സമാധാനം സന്തോഷം നൽകി തരുക ഈ ഉലകത്തിൽ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്? ഇതിനെക്കാട്ട് നല്ലത് മരിക്കുന്നതല്ലേ എന്നൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തുവാനിടയായി തീർന്നു. അങ്ങനെ രാവിലെ 10 എന്നൊരു സമയമുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി റെഡിയാവാനിടയായി തീർന്നു. ആ സമയത്ത് എന്റെ കൂടെ കുഞ്ഞുനാൾ മുതലേ പന്ത് കളിക്കുകയും ക്രിക്കറ്റ് കളിച്ച് നടന്ന എനിക്ക് 2 കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. അവർ 2 പേരും ഗൾഫിൽ ഒരു കമ്പനിയിൽ ഒന്നിച്ച് ജോലി ചെയ്യുക. ഞാൻ പെട്ടെന്ന് അവരെ ഫോൺ ചെയ്യുവാനിടയായി തീർന്നു. ആ സമയത്ത് എന്റെ വീടിന്റെ അടുത്ത് തന്നെ പുറമ്പോക്കിൽ ഒരു ചെറിയ വീട് ഞാൻ മേടിക്കുവാനിടയായി തീർന്നു. ആ വീടിന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് അന്ന് രാവിലെ ഞാൻ അവരെ ഫോൺ ചെയ്യുവാനിടയായി തീർന്നു. ചില മിനിറ്റുകൾ അവരോട് ഈ ഫോണിൽ സംസാരിച്ചിട്ട് അവർക്കൊരു സംശയം തോന്നുന്ന രീതിയിൽ ഞാൻ ഫോൺ കട്ടാക്കുവാനിടയായി തീർന്നു. എന്നിട്ട് ഞാൻ ആ ഫോൺ മാറ്റി വെച്ചിട്ട് അന്ന് ഞാൻ ഒത്തിരി കരയുവാനിടയായി തീർന്നു. മരിക്കാൻ പോകുകയല്ലേ എന്നോർത്ത് ഞാൻ ഒത്തിരി കരയുവാനിടയായി തീർന്നു. ഞാനിങ്ങനെ പൊട്ടിക്കരഞ്ഞു, ഏങ്ങലടിച്ച് ഇങ്ങനെ ഒത്തിരി കരയുവാനിടയായി തീർന്നു. അന്ന് ഞാൻ ഒത്തിരി നേരം അവിടെ നിന്ന് കരഞ്ഞത് ഞാൻ ഒരിക്കൽ പോലും കാണാത്ത എന്റെ പെറ്റതള്ളയോർത്ത അന്ന് ഞാൻ അവിടെ നിന്ന് കരയുവാനിടയായി തീർന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്, എനിക്കൊരു അമ്മയുണ്ടായിരുന്നു. എന്റെ അമ്മ എന്നെ സ്നേഹിച്ചേനെ, എന്റെ അമ്മ പറഞ്ഞ പോലെ ഞാൻ ജീവിച്ചേനെ. ഞാൻ ഇങ്ങനെ തകർന്നവനായി നശിച്ചവനായി ഞാൻ ജീവിക്കത്തില്ലായിരുന്നു. ഞാൻ ഒരിക്കൽ പോലും കാണാത്ത എന്റെ പെറ്റതള്ളയോർത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താ എന്റെ അച്ഛൻ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പോൾ എന്റെ അച്ഛനെ എനിക്ക് കണ്ടപ്പോ എനിക്ക് ഒത്തിരി ആശ്വാസം തോന്നുവാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്റെ അച്ഛൻ എന്നെ മോനെ എന്ന് വിളിക്കുവോ അല്ലെ എന്നെ നോക്കി ഒന്ന് ചിരിക്കുമോ എന്നറിയാൻ വേണ്ടി കരഞ്ഞ മുഖമായി എന്റെ അച്ഛന്റെ മുഖത്തേക്ക് ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോ എന്റെ അച്ഛൻ എന്നെ അറിയത്തില്ല, എന്നെ ഒരിക്കലും കണ്ടിട്ടില്ലെന്നുള്ള രീതിയിൽ എന്റെ ഫ്രണ്ടിൽ കൂടെ എന്റെ അച്ഛൻ നടന്നു പോകാനിടയായി തീർന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കിവിടെ രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ ഞാൻ മരിക്കാൻ വേണ്ടി അവിടുന്ന് വേഗത്തിൽ എഴുന്നേൽക്കുവാനിടയായി തീർന്നു. 10 നല്ല സമയം തീരുമാനിച്ചത് 10 ആയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി TV വെച്ച് നോക്കുവാനിടയായി തീർന്നു. TV വെച്ച് നോക്കിയപ്പോൾ 10 മണി കഴിയുവാനിടയായി തീർന്നു. അന്ന് അതിന് സ്വല്പം മിനിറ്റോടെ ഉള്ളല്ലോ 10:30. ആ 10:30 വരെ ഈ ഭൂമി ജീവിച്ചിരിക്കാം എന്നോർത്ത് ആ TV കാണുന്ന അതിന്റെ ഓരോ സെക്കൻഡും അതിന്റെ ഓരോ മിനിറ്റും ഇങ്ങനെ മാറുന്നത് TVയിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ 3 സഹോദരൻ 10:24 3 സഹോദരിമാർ എന്റെ വീട്ടിൽ വന്നിട്ട് പറയുക, കുഞ്ഞെ നിന്നെ യേശു സ്നേഹിക്കുന്നു. നീ ഏത് പാപിയാണേലും അത് യേശുവിന് വിഷയമല്ല. നിന്റെ പാപ സ്വഭാവം വിട്ട് ഈ ബൈബിള് പറയുന്ന പോലെ നീ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ദൈവ കൽപ്പന അനുസരിച്ച് ഈ ഭൂമി ജീവിച്ച യേശു നിന്നെ രക്ഷിക്കും. നിന്റെ ദേശക്കാരൻ മുമ്പിൽ, നിന്റെ ചാർച്ചക്കാരൻ മുമ്പിൽ യേശു നിന്നെ മാനിക്കുമെന്ന് അവരെന്നോട് പറയാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ അവരോട് എതിർത്ത് പറയാനിടയായി തീർന്നു. നിങ്ങൾ പറയുന്ന പോലെ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ജീവിപ്പാൻ എനിക്ക് പറ്റത്തില്ല. ബൈബിൾ പറയുന്ന പോലെ ജീവിപ്പാൻ എനിക്കൊണ്ട് ഒരിക്കലും എന്റെ ജന്മത്തിൽ എനിക്ക് നടക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന മാർഗമല്ലെന്ന് ഞാൻ അവരോട് പറയാനിടയായി തീർന്നു. അപ്പോൾ ആ 3 സഹോദരിമാര് എനിക്ക് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. യേശുവേ ഇവന് സമാധാനം കൊടുക്കണമേ, യേശുവേ ഇവന് സന്തോഷം നൽകിക്കൊടുക്കണമേ, ഇവന്റെ മനസ്സിലെ ഭാരങ്ങളും നിരാശകളെല്ലാം ഇവനെ വിടുവിക്കണമേ എന്ന് എന്റെ അമ്മയുടെ അത്രയും പ്രായമായിരിക്കുന്ന സ്ത്രീ എന്റെ അടുത്ത് ചേർന്ന് വന്ന് എനിക്ക് വേണ്ടി വളരെ ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ചപ്പോ എന്റെ ഹൃദയം തകർന്നു പോകാനിടയായി തീർന്നു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, എനിക്കൊരു അമ്മയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എന്നെ സ്നേഹിക്കുവാനും എന്നെ കരുതുവാനും ഇതുപോലൊരു അമ്മ കണ്ടനല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ പോലും അനുഭവിച്ചറിയാത്ത വലിയൊരു ഭയം എന്റെ മനസ്സിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ഈ ഭയം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോ
ഞാൻ ഇപ്രകാരം എന്റെ ഹൃദയത്തിൽ പറയാനിടയായി തീർന്നു, യേശുവേ എന്നെ രക്ഷിക്കണമേ, യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് എന്റെ ഹൃദയത്തിൽ ആത്മാർത്ഥമായിട്ട് ഇപ്രകാരം ഞാൻ നിലവിളിച്ചപ്പോ എന്തെന്നില്ലാത്തൊരു സമാധാന സന്തോഷം യേശു എന്റെ ഹൃദയത്തിൽ നൽകി തരുവാനിടയായി തീർന്നു. അതിനു മുമ്പ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എന്റെ കൂട്ടുകാരന്മാരോട് ഒന്നിച്ചിരുന്ന് മദ്യം കുടിച്ചു കഴിയുമ്പോ, ആ മദ്യം തലയ്ക്ക് പിടിച്ചു കഴിയുമ്പോ അവിടെ പറയുന്ന തമാശയായിരുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ സമാധാനത്തിന് വേണ്ടി കണ്ടെത്തിയ മാർഗം. ആ സമാധാനം അല്ലായിരുന്നു, അതിനപ്പുറമായ സന്തോഷം കൊണ്ട് യേശു എന്റെ ഹൃദയത്തെ നിറയ്ക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാനിടയായി തീർന്നു. പ്രാർത്ഥനയ്ക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനൊരാള് മാറിയവനെ പോലെ വലിയ സമാധാനമുള്ളവനായി, വലിയ സന്തോഷമുള്ളവനായി, മദ്യത്തിൽ നിന്നും കഞ്ചാവിനൊക്കെ ഒരു വിടുതൽ പ്രാപിച്ചു ഞാനൊരു അനുഗ്രഹപ്പെട്ടവനായി മാറുവാനിടയായി തീർന്നു. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ കടന്നു വന്നതുകൊണ്ട് മാത്രം എനിക്കൊരു കുടുംബജീവിതം ദൈവം എനിക്ക് ദാനമായി നൽകി തരുവാനിടയായി തീർന്നു. തുടർന്ന് എന്റെ കുടുംബജീവിതത്തെ ദൈവം അനുഗ്രഹിക്കുവാനിടയായി എനിക്ക് 2 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി തന്നു. എന്റെ മൂത്ത കുഞ്ഞിന് 5 മാസം പ്രായമായിരിക്കുന്ന സമയത്താ എന്റെ കേസിന്റെ വിധി കടന്നു വന്നത്. എന്നെ അറിയാവുന്ന പോലീസുകാരും വക്കീലും എന്റെ മുഖത്ത് നോക്കി ഇപ്രകാരം പറയാനിടയായി തീർന്നു, വീടിന്റെ അകത്ത് കയറി ചെന്ന് വെട്ടിയതല്ലേ, അതുകൊണ്ട് ഈ കേസിൽ നിന്ന് ആരും രക്ഷപ്പെടത്തില്ലെന്ന് അവർ എന്റെ മുഖത്ത് നോക്കി പറയാനിടയായി തീർന്നു. ഈ ഒരു വെള്ളിയാഴ്ച ദിവസം 12:30 ആയിരിക്കുന്ന സമയത്താ എന്റെ കേസിന്റെ വിധി കടന്നു വന്നത്. എന്റെ കൂടെയുള്ള 3 സഹോദരങ്ങള് അവര് ജീവബന്ധം ശിക്ഷിക്കപ്പെട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അവരെ അയച്ചപ്പോ ആ കേസിൽ നിന്ന് യേശുവിനെ അത്ഭുതമായി അതിശയമായി യേശുവിനെ രക്ഷിപ്പാനിടയായി തീർന്നു. അതുകൊണ്ട് പ്രിയരെ, ഈ വൈകിയ സമയത്ത് എനിക്ക് സമാധാനം തന്ന, എനിക്ക് സന്തോഷം നൽകി തന്ന ഈ യേശുവിനെ ഉയർത്തുവാനുള്ള കാരണം, യേശുവിനിക്ക് എന്ന സമാധാന സന്തോഷം അത് ഈ ദേശത്തോട് വിളിച്ചു പറയുമ്പോ ആ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു, അവർ കുടുംബമായി രക്ഷപ്രാപിപ്പാൻ ഇടയായി തീരും. ബൈബിളിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട് പ്രിയരെ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. നാം രക്ഷപ്പെടുക ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമം ഈ ഉലക ചരിത്രത്തിൽ ഇല്ല. അത് ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങൾക്ക് സമാധാന സന്തോഷം നൽകി തന്ന, ഞങ്ങളിവിടെ ഉയർത്തുന്ന യേശുവിന്റെ മാർഗമല്ലാതെ മറ്റൊരു നാമം ഈ ഉലകത്തിൽ ഇല്ല. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഒരു വശം നിന്റെ ഭർത്താവിന്റെ മദ്യപാന മുഖാന്തരം നിന്റെ കുടുംബം തകർന്ന കുടുംബമാണോ, അല്ല നിങ്ങളുടെ മക്കളുടെ വഴിവിട്ട ജീവിത മുഖാന്തരം നീ ഭാരത്തോട് നിരാശയുടെയാണോ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഇന്ന് നിനക്ക് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച നിന്റെ കുടുംബത്തെ സമാധാന സന്തോഷം കണ്ടെത്തുവാനിടയായി തീരും. ഒരു കാലത്ത് ഞങ്ങളുടെ വഴിയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഞങ്ങളുടെ നാട്ടുകാർ എന്റെ മുഖത്ത് നോക്കി ഇപ്രകാരം പ്രാഗിട്ടുണ്ട്, എത്രയോ പേര് വന്ന് റെയിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു, നിനക്കൊക്കെ അങ്ങനെങ്കിലും പോയി ചത്തുകൂടെ, എന്റെ മുഖത്ത് നോക്കി പ്രാഗിട്ടുണ്ട്. ഇന്ന് ഞാൻ ഞങ്ങളുടെ വഴിയിൽ കൂടെ നടന്നു പോകുമ്പോ ഞങ്ങളുടെ നാട്ടുകാർക്ക് എന്നെ കാണുന്ന വലിയ സന്തോഷമാ. അവരെന്നോട് ഇപ്രകാരം പറയാനിടയായി തീരും, മോനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അവര് പറയാനിടയായി തീരും. ഈ വൈകിയ സമയത്ത് ഈ മൈക്കിൽ കൂടെ കേൾക്കുന്ന ശബ്ദം നിങ്ങൾക്ക് വേണ്ടിയാ പ്രിയരെ, നിന്നെ രക്ഷിപ്പാൻ വേണ്ടിയാ. യേശുവിന്റെ സ്നേഹം നിങ്ങളെ മാടി വിളിക്കുക. ആര് ദിവസം നീ കടന്നു വരുന്നോ യേശു അവരെ രക്ഷിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. ആ യേശുവിൽക്കുള്ള സമാധാന സന്തോഷം അനുഗ്രഹം പ്രാപിപ്പാനിടയായി തീരുന്നു. അതുകൊണ്ട് പ്രിയരെ, ഈ ദേശത്ത് വന്ന് എന്നെ പോലെ ആരെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തി ആരെങ്കിലും ഉണ്ടോ, അല്ല നിന്റെ ഭാവി മുഖാന്തരം, നിന്റെ ജീവിതത്തിന്റെ മദ്യപാനത്തിനും കഞ്ചാവിന്റെ മുഖാന്തരം നീ ഭാരപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഇത്ര നല്ല സ്നേഹനിധിയായ ആ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച നിനക്കൊരു നിത്യജീവനുണ്ട് പ്രിയരെ. ആ നിത്യ സമാധാനം കൊണ്ട് യേശു നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കുവാനിടയായി തീരും. എന്റെ ആ ചെറിയ അനുഭവ സാക്ഷ്യം നിങ്ങൾ ഈ എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവർക്ക് യേശുവിനെ കണ്ടുമുട്ടുവാൻ ഒരു മുഖാന്തരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ചെറിയ സന്ദേശം നിർത്തുന്നു. ഈ ദേശത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.